അമ്മയുടെ ലിപ്സ്റ്റിക് ഉണ്ട്. അമ്മൂന്റെ ലിപ്സ്റ്റിക് ഉണ്ട്, കറുത്ത ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ആള് നല്ല സുന്ദരിയാ, കറുപ്പും വെളുപ്പൊക്കെ ആയിട്ട്. പിന്നെ അപ്പുക്കുട്ടൻ വേറെ ലെവലാ അല്ലടാ. കണ്ടില്ലേ ഞങ്ങളുടെ വീട്ടിലെ പുതിയ അതിഥികളെ കണ്ടോ? ചിന്നുവിനെയും മിന്നുവിനെയും ഒരു കസിൻ ബ്രദർ കൊണ്ടുപോയി. അപ്പം അഹങ്കാരികൾ എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. ചിന്നു മിന്നും വേറും പാവങ്ങളായിരുന്നു തോന്നുന്നല്ലേ. ചിന്നുവിനെയും മിന്നുവിനെയും നമ്മൾ കൊടുത്തത് ഭയങ്കര വിഷമത്തോടെ കൊടുത്തത് കേട്ടോ. പക്ഷേ നമുക്ക് എത്ര നാൾ അങ്ങനെ നിർത്താൻ പറ്റുക? അപ്പം കസിൻ ബ്രദർ കൊണ്ടുപോയിട്ട് കുട്ടിക്കാരൻ വളർത്തിക്കോളാം എന്ന് പറഞ്ഞു. ഇതാ ഇതിന്റെ പ്രശ്നം. നമ്മുടെ വീട്ടിലേ അതിനെ കൊണ്ടു നടക്കാനൊന്നും ആൾക്കാരില്ലാത്തതുകൊണ്ട് നമ്മളതങ്ങ് കൊടുത്തതാണ്. അപ്പം പുതിയൊരു അമ്മണിയാണ് വന്നിരിക്കുന്നത്. അപ്പം അതിന് ഒരാണും പെണ്ണും ഉണ്ട്. അപ്പം നമ്മളതിന് പേരിട്ടിരിക്കുന്നത് അപ്പു അമ്മു എന്നാണ്. ഇത് അമ്മു. പിന്നെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ അമ്മക്കുട്ടിക്ക് മാത്രമേ പാല് കൊടുക്കത്തുള്ളൂ. ഇത് ഇപ്രാവശ്യം ഇവരെ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. നേരത്തെ കൈവശം രണ്ടൊരു കറുപ്പായതുകൊണ്ട് ആർക്കും തിരിച്ചറിയത്തില്ലായിരുന്നു. അമ്മയുടെ കൂട്ട് തന്നെയാണ് മോള്. ആൺകുട്ടിക്ക് പാല് കൊടുക്കത്തില്ല. അതിനെ കാണുമ്പോൾ ഉടനെ തെള്ളി ദൂരെ കളയും. ഭയങ്കര ദേഷ്യമാണ്. ഞങ്ങൾ പിന്നെ കുപ്പിപ്പാലൊക്കെയാ കൊടുക്കുന്നത് കൊച്ചിന്. വേറൊരു ജോലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്കിപ്പം പാലൊക്കെ ആയി കേട്ടോ. ഇതാണ് ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ വീട്ടിലെ പാലായി. ഇപ്പം നമുക്ക് പാലുണ്ടെങ്കിൽ പിന്നെ തൈരായി അല്ലേ. പിന്നെ ടൈം പാസ്സായി. ഈ കൊച്ചു പിള്ളേരൊക്കെ ആയിട്ട് ഇങ്ങനെ കളിച്ചിരിക്കുമ്പോഴും മറ്റവർ പോയതിൻ്റെ വിഷമം അറിയുന്നില്ല. അതുകൊണ്ട് അതെ അതെ അല്ലെ ഭയങ്കര വിഷമമായിരുന്നു. കുഞ്ഞുങ്ങളായതുകൊണ്ട് സമയം പോലെ അറിയുന്നില്ല. ഇത് ഒരു രക്ഷയില്ലാത്ത രണ്ടെണ്ണം. നമ്മൾ എവിടെയെങ്കിലും ഇരുന്നാൽ നമ്മുടെ മടിയിൽ കയറി അങ്ങ് ഇരുന്നേക്ക്. കുതിച്ചു ചാട്ടം. ഇത് പിന്നെ പാലൊന്നും കിട്ടാത്തതുകൊണ്ട് കുപ്പിപ്പാലും കുടിച്ച് കൊടുക്കുന്ന പിണ്ണാക്കമൊക്കെ കഴിച്ച് കിട്ടുന്ന പ്ലാവലയൊക്കെ കഴിച്ച് ഇങ്ങനെ ഇവനങ്ങ് നടന്നോളും. ഇവിടെ പാല് മാത്രമേ കുടിക്കത്തുള്ളൂ. മനുഷ്യ കൊച്ചുങ്ങൾ കുടിക്കുന്ന മാതിരി ഉപ്പാവും. എന്നാ സ്പീഡാന്ന് നോക്കി. അയ്യോടാ തീർന്നു 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 തീർന്നു. അതിന് ഉപ്പ് നിറച്ചുണ്ടായിരുന്നല്ലോ. തീർന്നു തീർന്നു. നമ്മുടെ സുന്ദരിക്കുട്ടി ഇവിടെ റെഡിയായി നിൽക്കുക, എന്തോ വേണമെന്നും പറഞ്ഞുകൊണ്ട്. ആ ഉടനെ അടുത്ത ആളും വന്നിട്ടുണ്ടല്ലേ. സുന്ദരന് എണീറ്റല്ലേ. എന്തുവാ ഞാൻ ഒഴിക്കട്ടെ. എന്തോ പറ്റിയടാ അപ്പു? അപ്പുക്കുട്ടു ഇപ്പൊ അങ്ങ് കിച്ചണിൽ അങ്ങ് തേരാപ്പാര നടത്തേ. നോക്ക് ചായ അടിക്കാൻ വന്നിരിക്കുക. ഒന്ന് മാറിയെന്നാ എന്തോ ഇവിടെ ഉണ്ടാക്കിയേ? എന്തോ എന്തോ എന്ത് മാറ 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 പോ പോ അപ്പു നിക്ക. അവിടെ എല്ലാം പരിശോധിക്കുക എന്തെങ്കിലും ഉണ്ടോന്ന്. പോവാന്നോ? എന്താ വാ അപ്പു ഞാനെ വാ വാ. മറ്റേ കുപ്പി എന്തി? കുപ്പി കുപ്പി അപ്പുവേ ഞർമ്മ ഞർമ്മക്കാൻ കളിയോ. അയ്യോടാ പാവം. ആദ്യത്തെ കുപ്പി കഴിഞ്ഞ് ഇനി അതങ്ങ് കടിച്ചിട്ട് ഇപ്പൊ അങ്ങ് തിന്നു അതങ്ങ്. മതി മതി. പോയി എന്റെ കൈ തട്ടി കളഞ്ഞില്ലേ. കഴുകിക്കൊണ്ട് വെക്ക. പാല് കുടിച്ചിട്ട് കൊണ്ട് കഴുകി വെക്ക്. അമ്മയുടെ മക്കളുടെയൊക്കെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ പറമ്പിൽ കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. അപ്പം കുറച്ച് കാടിയൊക്കെ നമ്മൾ കൊടുത്ത് അത് നല്ല രീതിയിൽ അവൾ കുടിക്കുന്നുണ്ട്. നമുക്ക് കൊടുക്കുന്നത് പരുത്തി പിണ്ണാക്കും പെല്ലറ്റും കൂടെ, ആടിൻ്റെ പെല്ലറ്റും കൂടെ കഞ്ഞിവെള്ളത്തിനകത്ത് ചെറു ചൂടുമൊക്കെ വേണം കേട്ടോ ഈ ആടുകൾക്ക്. അങ്ങനെ കൊടുത്ത് അവൾ ഇങ്ങനെ നല്ല രീതിയിൽ കുടിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്മുക്കുട്ടി.
കണ്ടു കഴിഞ്ഞാൽ രണ്ടുപേരും നല്ല ഡോൾമേഷൻ പപ്പിയെ പോലെ ഇരിക്കുകയാണ്. അമ്മുക്കുട്ടിയും അമ്മണിയും. പിന്നെ അവിടെ അപ്പുക്കുട്ടൻ വേറെ വെറൈറ്റി ആയി, ഈ കുടുംബത്തിനൊന്നും പെട്ടതല്ല. അതുപോലെ അമ്മനൊട്ടും പാല് കൊടുക്കത്തില്ല. അമ്മുക്കുട്ടി പോയി കഴിഞ്ഞാൽ മാന്യമായിട്ട് പാല് കൊടുക്കുന്നതാടാ. ഇവിടെ മിണ്ടാതെ പോയി കുടിക്കും കേട്ടോ. അവനങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അടിയിടിയൊക്കെ തുടങ്ങും. അപ്പൊ അവന് വേണ്ടി സ്പെഷ്യൽ നമ്മള് എന്താ പാല് കുപ്പിയിലൊക്കെ പാല് കൊടുക്കുക. എന്നാലും അവൻ കുഴപ്പമില്ല, പാല് കുടിക്കുന്നില്ലെങ്കിൽ അവൻ പോയി എല്ലാം കഴിച്ചോളും. ഇങ്ങനെ എപ്പോഴും ഇറങ്ങിയിരിക്കുന്ന സ്വഭാവമല്ല. എന്തായാലും രണ്ടുപേരും നല്ല ആക്റ്റീവ് ആണ്, ചാടി ഓടി അങ്ങ് നടക്കുക. പാല് കിട്ടുന്നില്ല എന്നുള്ള വിഷമമൊന്നും അവനില്ല. അവനെന്തില്ല, അവന് സന്തോഷം മാരുതിയാ. അപ്പൊ നമ്മുടെ അമ്മുക്കുട്ടി കണ്ടില്ലേ, അമ്മുക്കുട്ടി മിന്നുവിനെയൊക്കെ എന്താ കൊടുത്തേന്ന് എല്ലാവരും ചോദിക്കൂല്ലേ. അപ്പൊ നമ്മളെന്താ പറയാനും ഉത്തരം, മിന്നു നമ്മുടെ കസിൻ അങ്കിളിന് കൊടുത്തതാണ്. അങ്കിളാകുമ്പോ നോക്കിക്കോളൂ അവരെ, എപ്പോഴും കൊണ്ട് നടക്കാനൊന്നും ആളില്ല. അപ്പം പിന്നെ 1.25 വർഷത്തോളം കഴിഞ്ഞു അവരോട് ആയിട്ട്. വിശേഷങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളങ്ങ് കൊടുത്തതാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം വെച്ചാൽ വീട്ടിൽ ഇച്ചിരി പാല് വേണം. കാരണം എബിനും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പോയി പാലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട്. അപ്പോൾ ഒരാട് നമ്മുടെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പാലൊക്കെ ആയല്ലോ, ഒരു സമാധാനമായി. പക്ഷെ പാലൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്നതുകൊണ്ട്. 2 ആട് വീട്ടിലുണ്ടായിട്ട് ഒരു കാര്യമില്ല, പുറത്തുപോയി വാങ്ങിക്കുവായിരുന്നു. കഴിഞ്ഞ 9-10 മാസമായിട്ട്. ഓ ഇവിടെ അങ്ങനെ ചാട്ടക്കാരി പാല് കുടിക്കുന്നതിന്റെ കുഴപ്പമില്ല. ഇപ്പൊ സത്യം പറഞ്ഞാൽ കയറൊന്നും വേണ്ട പ്രായമൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മള് ഒന്നിനും മാത്രം പാല് കൊടുക്കുന്നത് കൊണ്ടും പിന്നെ നമ്മുടെ എന്താണ് ചെടികളും പച്ചക്കറികളൊക്കെ നശിപ്പിക്കുന്നത് കൊണ്ടും എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ഇത്രയും ചെടികൾ ഉണ്ടായോണ്ട് എന്താ സംഭവം എല്ലാത്തിനും തല പോയി കടിച്ച് നോക്കുന്നുണ്ട്. തിന്നുന്നൊന്നുമില്ലേലും ആള് എല്ലാം പോയി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ അമ്മുക്കുട്ടി അവിടെ നോക്ക്, ക്യാമറ നോക്ക്. ഇനി എന്നും നോക്കാറില്ല ക്യാമറയൊക്കെ. അതാണ്ട് എങ്ങും ഒരിക്കത്തിൽ ചാടിയോടി ഇപ്പൊ ഇവിടം വരെ എത്തി. ഇനി എവിടെയൊക്കെ കയറി പോവാവോ ഒന്ന്. അതാണ്ട് ഇവർക്ക് മെയിൻ സ്പെഷ്യാലിറ്റി ലിപ്സ്റ്റിക് ഉണ്ട്, നല്ല കറുത്ത ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ആള് നല്ല ഫാഷൻ ആണ്. അമ്മൂന്റെ ലിപ്സ്റ്റിക് ഉണ്ട്, കറുത്ത ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ആള് നല്ല സുന്ദരിയാ, കറുപ്പും വെളുപ്പും ഒക്കെ ആയിട്ട്. പിന്നെ അപ്പുക്കുട്ടൻ വേറെ ലെവലാ അല്ലടാ. അയ്യോ ഒന്ന് എണീറ്റേ അമ്മുക്കുട്ടി, ഒന്ന് എണീറ്റേ അമ്മുക്കുട്ടി. നമ്മളെ പിഴിയുന്ന പാടെ അവൾക്ക് കുപ്പി അല്ലേ, അപ്പൊ പിഴിയുന്ന പാടെ അവൾക്ക് നമ്മുടെ ബോട്ടിനകത്താക്കി അതിന്റെ വശപ്പം നമ്മളങ്ങ് അടക്കും. പാവല്ലേ, കഷ്ടം. അപ്പുക്കുട്ടോ, എടാ അപ്പുക്കുട്ട ഇങ്ങനൊരു ഇടിയുണ്ട് ഇരിക്കുമ്പോ. ആ ഇടി കൊണ്ട് അമ്മ പാല് കൊടുക്കാത്തത്. അപ്പൊ നമ്മുടെ വീട്ടിലെ പുതിയ അതിഥികളെ നിങ്ങളെല്ലാം വരവേൽക്കുക. നമ്മുടെ ചിന്നു മിന്നു അവിടെ അങ്കളുടെ അടുത്തുണ്ട്. എല്ലാവരും ഇപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ, എപ്പോഴും എന്നും ചോദിക്കാറുണ്ട് ചിന്നു മിന്നുവിനെ ഒന്ന് കാണിക്കൂ, ഡേ ഇൻ മൈ ലൈഫ് കാണിക്കുന്നൊക്കെ. നമുക്ക് ഇവരുടെ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ കാണിക്കാതിരിക്കും. അവരെ അടങ്ങിയിരിക്കത്തില്ല. പിന്നെ പുഴും മാതിരി, കൊണ്ടുള്ള പുഴും മാതിരി. ആ പാല് കുടിക്കുന്നതിന്റെ ഭയങ്കര കുഴപ്പമുണ്ട്. പിന്നെ അമ്മണിയൊക്കെ നമ്മളായിട്ടൊന്ന് ഇണങ്ങാൻ ഇച്ചിരി സമയം എടുക്കും, ആയി വരുന്നതേ ഉള്ളു. ഇവർ രണ്ടുപേരും കുഴപ്പമില്ല, രണ്ടുപേരും മടി വന്നങ്ങ് ഇരുന്നോളൂ. ഇപ്പോഴേ ചാടി ഓടി അങ്ങ് നിന്നോളൂ. ഒന്നുമില്ല, നേരെ വീട്ടിനകത്ത് കയറി ടേബിളിന്റെ മണ്ടിലൊക്കെ കയറി ചാടി ഓടി തുടങ്ങി. ഇപ്പോഴും എല്ലാം കയറി വരുമല്ലേ, ഡൈനിങ് ടേബിളിന്റെ പുറത്ത് സെറ്റിക്കകത്ത് എല്ലാം ചാടിയങ്ങ് കയറി വെക്കും. നല്ല മെഴുമെഴുമായിരിക്കുന്നില്ലേ. അപ്പോൾ ഈ പിഴിയുന്ന ആടൊക്കെ ആയതുകൊണ്ട് ആഴ്ച 2 ദിവസമെങ്കിലും കുളിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ആ പാല് പിഴിയുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ കുളിപ്പിക്കാറൊക്കെ ഉണ്ട്. അപ്പം നല്ല വൃത്തിക്കുള്ള ചായയൊക്കെ കുടിക്കാതുകൊണ്ട് നമുക്ക് എന്തായാലും അമ്മണി ഒന്ന് കാണിക്കാം. നമ്മുടെ കൊച്ചുങ്ങളെ കണ്ട് ഇതിന് ഞങ്ങൾ അമ്മണിന്ന് തന്നെയാണ് പേരിട്ടിരിക്കുന്നത്. ഒരു നാടൻ ആണെന്നാണ് തോന്നുന്നത്, പക്ഷെ അതിൻ്റെ നിറമൊക്കെ കണ്ടിട്ടും മുഖഭാവമൊക്കെ കണ്ടിട്ട് എന്തോ ഒരു ചിരിയനത്തിലുള്ളതാണ് തോന്നുന്നു. ഇല്ലടാ അവന് എന്തോ മിക്സ് ആണെന്ന് തോന്നുന്നു. കണ്ടിട്ടൊരു മലബാറി ലുക്ക് ആയിരുന്നു എനിക്ക് ആദ്യം തോന്നിയത്, പക്ഷെ സംഭവം നാടൻ തന്നെ. നല്ല 2 കൊമ്പും ഒക്കെ ഉണ്ട്. പിന്നെ അവര് നമ്മൾ വാങ്ങിച്ചപ്പം തന്നെ ചിരട്ടയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്ന് ചോദിച്ചപ്പം കണ്ണുവിടാതിരിക്കാനാണെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതോടെ കിടക്കട്ടെ, നിങ്ങൾ ആരും പെടത്തല്ലേ. അപ്പം തന്നെ ചിരട്ട അവിടെ കണ്ണൻ ചിരട്ടയാണ്, அவங்க സാധാരണ അങ്ങനെ കെട്ടിയിടാറുണ്ടെന്നാണ് പറയുന്നത്, കണ്ണുള്ള ചിരട്ട. എനിക്കിപ്പോ കണ്ടപ്പോ ആദ്യമായിട്ട് തോന്നി മറ്റേ ഡോൾമേഷൻ പപ്പി നിൽക്കുന്ന കരുതിയ.
ഇപ്പം നമ്മുടെ തലയ്ക്ക് മൂത്തവർ പറഞ്ഞതല്ലേ അപ്പം ചിരട്ട എന്തായാലും അങ്ങനെ തന്നെ കിടന്നോട്ടെ എന്ന് നമ്മളും കരുതി. അപ്പം നമ്മളും അത് ഊരിയതൊന്നുമില്ല. അപ്പം എന്തായാലും നമുക്ക് അത്യാവശ്യം നല്ല ചായ കുടിക്കാനും തൈരും മോരും ഒക്കെ നമ്മൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം അമ്മണി വന്നതിന് ശേഷം. അപ്പം ഞങ്ങളുടെ പുതിയ അതിഥികളെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഞങ്ങളുടെ അമ്മണിയും അപ്പും അമ്മുമൊക്കെ എങ്ങനെയുണ്ടെന്ന്. പിന്നെന്താ പറഞ്ഞു പറയാനുള്ളത്? ഇവരെയും നിങ്ങൾ ചിന്നുവിനെയും മിന്നുവിനെയും സ്വീകരിച്ച പോലെ സ്വീകരിക്കുക. അവര് പറയും നമ്മുടെ ചിന്നുവിന്റെയും മിന്നുവിന്റെ അടുത്തൊന്നും സ്നേഹമില്ലായിരുന്നു, എന്തിനാ കൊടുത്തതെന്നൊക്കെ ചോദിക്കും. പക്ഷെ എത്ര നാളെ നമ്മൾ നിർത്തിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്ക് കാണാവുന്ന ഒരു വീട്ടിൽ തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കൊണ്ടുനടക്കാൻ ആളില്ലാത്തതുകൊണ്ട് മാത്രമേ കൊടുത്തത് കേട്ടോ. അപ്പം നമ്മുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് പാലൊക്കെ വാങ്ങിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അപ്പം നമുക്കൊരു കറക്കുന്ന ആടുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നല്ലതെന്ന് കരുതി അങ്ങനെ വാങ്ങിച്ചാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടേക്കുക. അവിടെയും നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് കാണാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞങ്ങളെല്ലാവരും ബൈ.